അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതസഭ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഭരണകാര്യങ്ങളിൽ ഗ്രാമസഭകൾ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതുപോലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ഹരിതസഭയിലൂടെ. പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച് അവബോധവും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഗ്രാമസഭകൾ സംഘടിപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു. ഹരിതസഭയും കുട്ടികൾക്ക് ഇപ്പോൾ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എന്തേലും പ്രാതിനിധ്യമുണ്ട് എന്നും എന്നെ ഇവിടെ വിശദമായ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, മാർച്ച് 31 കൊണ്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഹരിത സ്കൂളുകള്, ഹരിത സ്ഥാപനങ്ങള്, ഹരിത അയൽക്കൂട്ടങ്ങളടക്കം എല്ലാം ഹരിതാഭമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ ഹരിതസഭ നടത്തലുണ്ടായി. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലും മാലിന്യമുക്തമായ വീടുകളിലാണെങ്കിലും അവരുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും മാലിന്യമുക്തവുമായി പങ്കുചേരുന്നതിനും അവർക്ക് നല്ലൊരു പങ്കാളിത്തം വഹിക്കാൻ കഴിയും. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചാണ് ഹരിതസഭ നടത്തിയത്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലാത്ത പക്ഷം തദ്ദേശ സ്ഥാപനത്തിന് സഹായത്തോടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക തുടങ്ങിയവയാണ് ഹരിതസഭയിലൂടെ ലക്ഷ്യങ്ങൾ. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ്, JPM കോളേജിലെ MSW വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.